ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈസി ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിനായിട്ട് 1 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചിക്കൻ ബിരിയാണിക്ക് ഈ ചിക്കൻ പീസസ് ആദ്യമായിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. നമ്മൾ ചിക്കൻ പീസസ് റസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്, 2-3 തക്കാളി എടുത്തിട്ടുണ്ട്, അല്പം വെളുത്തുള്ളി, 1 പിടി ഇഞ്ചി, 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇത്രയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 4 നാഴി അരി, 1 കിലോ അരിയാണ് ഞാനിവിടെ ബിരിയാണിക്ക് റൈസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് മസാലയിൽ ചിക്കൻ ബാക്കി പോർഷൻ കുക്കായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓവർ കുക്കാവാതെ, ഓവർ ഫ്രൈ ആവാതെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ചതയ്ക്കാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര ചേർത്ത് കൊടുത്തു. നമുക്ക് മസാല തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് ടൈം നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് വരുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള എല്ലാം കൂടെ ഇട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ തന്നെ മല്ലിയില, പുതിനയില ഇവയെല്ലാം ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിനകത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇതിലോട്ടായിട്ട് അല്പം ബിരിയാണി മസാല, ഇതിന് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, സാജീരകം, പെരുംജീരകം ഇവയെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ജാതിക്കയുണ്ട്, ജാതിപത്രയുണ്ട്, ഇതൊക്കെ കുറേശ്ശെ വെച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ ബിരിയാണിക്കുള്ള സവാള ചേർത്ത് കൊടുത്തു. അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. മസാലയിൽ ഞാൻ അധികം എരിവൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് 2 പച്ചമുളക് മാത്രമാണ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, തക്കാളി എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് നമ്മളോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ഇപ്പോൾ നോർമലി നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞിടുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് നന്നായി വഴന്ന് കിട്ടുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഈ ഒരു മസാല കിടന്നിട്ട് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് നല്ല ഫുള്ളായിട്ട് കംപ്ലീറ്റ് കുക്കായി കിട്ടണം. ഇപ്പോൾ തന്നെ നല്ല മസാല, ഗരം മസാലയുടെയും മല്ലിയിലയുടെയും എല്ലാത്തിൻ്റെയും നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഫ്ലേവർ ഈ ചിക്കനിലോട്ട് പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ചിക്കൻ ഒന്ന് സോഫ്റ്റായും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം തൈര് അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതേ സമയത്ത് തന്നെ അടുത്ത ബർണറിലേക്ക് കുക്കർ വെച്ച് നെയ്യ് ചേർത്തു. അതിനകത്തോട്ട് നമ്മൾ 2 പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ ഇത്രയും ചേർത്തു. വെള്ളം തിളയ്ക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മൾ 4 കപ്പ് അരിക്ക്, 4 നാഴി അരിക്ക് നമ്മൾ 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് അളവ്. അപ്പോൾ ആ രീതിയിൽ 4 കപ്പിന് നമ്മൾ 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി
അരി വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി, സ്റ്റിക്കായി പോകാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ലെമൺ നമ്മൾ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഇതേ സമയം തന്നെ നമുക്ക് റൈസിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ സവാള ഇത്ര നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് ഞങ്ങൾ സൈഡ് ഡിഷ് പോലെ ഒരു പായസം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പായസം അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിലേക്കുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് അതിലോട്ട് ഇട്ടതിന് ശേഷം സെയിം ആ പാത്രത്തിൽ തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇത്ര നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് നെയ്യ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു സവാളയുടെ പകുതി ആയാലും ഒരു സവാള കംപ്ലീറ്റ് ആയാലും കുഴപ്പമില്ല. അത്യാവശ്യം ബ്രൗൺ കളർ വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത്രയും കൂടെ ചോറിന് ആവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയുടെ റൈസ് ഒരൊറ്റ വിസിലിൽ തന്നെ നമുക്ക് കറക്റ്റ് പരുവത്തിൽ കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വിസിലടിച്ചപ്പോഴത്തേക്ക് നമ്മൾ റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരി ഫ്രൈ ചെയ്ത മിക്സ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പം ഏകദേശം നന്നായി ഫ്രൈ ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ ആവിയെല്ലാം പോയി റൈസ് നല്ല കറക്റ്റായിട്ട്, ഓവർ കുക്കായിട്ടും ഇല്ല, നല്ല കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ വെള്ളം കറക്റ്റ് എടുത്ത് അരി വേവിച്ചെടുത്താൽ നമുക്ക് ചോറൊക്കെ വാർത്തെടുത്തൊന്നും സമയം പോകില്ല. അത് കറക്റ്റ് അളവിൽ തന്നെ റൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മസാലയും ഈ റൈസും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ദം ചെയ്ത് വെക്കാനുള്ളൊരു പരിപാടിയാണ്. സിമ്പിളായിട്ട് നമ്മുടെ ബിരിയാണി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്ത് അടി ജസ്റ്റ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിൻ്റെ പകുതി മാത്രം നമ്മൾ അടിയിൽ സെറ്റ് ചെയ്തു. ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ മസാലയും ചിക്കനും എല്ലാം കൂടെ അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഒരേ രീതിയിൽ നിരത്തി റെഡിയാക്കി വെച്ചു. ഇനി ബാലൻസ് ചോറും കൂടെ അതിനെ മുകളിലായിട്ട് ലെയർ ചെയ്തു. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ റൈസും തീർന്നിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടോപ്പ് പോർഷൻ നന്നായിട്ടൊന്ന് നിരപ്പാക്കി ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം ഫ്ലേവറിനായിട്ട് അല്പം മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി കുക്ക് ചെയ്ത സമയത്ത് നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് ഒഴിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ചോറിന് ആവശ്യത്തിന് ഉപ്പും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഞാനത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ റൈസിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചോറ് കുക്കായി 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് സെറ്റായി കിട്ടുന്നതാണ്. ഈ ടൈമിൽ മേലെ ഗാർണിഷ് ചെയ്ത ടൈമിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ മസാലയിൽ ഓൾറെഡി ആവശ്യത്തിന് എണ്ണ ഉണ്ടായിരുന്നതുകൊണ്ട് അധികം പിന്നെ നെയ്യ് മേലെ കൂടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ റൈസും അതുപോലെ ചിക്കൻ്റെ മസാലയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ബിരിയാണി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഒരേ രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ വലിയ കടായിൽ തന്നെ കുറേശ്ശെ ആക്കിയിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചിക്കൻ പീസസും കൂടെ ടോപ്പിലോട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. വളരെ
വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് നമ്മളൊരു ബിരിയാണി തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പകരം നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൈസിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിന് സൈഡ് ഡിഷായിട്ട് നമ്മൾ സലാഡ്, അതുപോലെ നല്ല നാരങ്ങ അച്ചാർ, ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പായസം, സേമിയ പായസം കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ റെസിപ്പിയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.